ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് എതിർക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസും പറയുന്ന കാര്യങ്ങളാണ്. ന്യൂനപക്ഷ സംരക്ഷണം വേണ്ടേ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ, അത് ഉത്തരേന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് പരിഹരിക്കണ്ടേ. അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊപ്പം നിന്നുകൂടെ? എന്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല? പ്രതിപക്ഷത്തെയും വിളിക്കും, കോൺഗ്രസിനെയും ഇതിനകത്ത് പ്രത്യേക ക്ഷണം ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ചതാണോ? അപർണ, രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഗ്ലോബൽ അയ്യപ്പ സബ്മിറ്റ്, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിഷയം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വിഷയം, അത് സർക്കാരിന് പാവപ്പെട്ട അയ്യപ്പന്മാരുടെ പോക്കറ്റ് അടിക്കാനുള്ള, പൈസ കണ്ടെത്താനുള്ള, ബക്കറ്റ് പിരിവ് നടത്താനുള്ള ധനാഗമന സംവിധാനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിഷയം. അല്ലാതെ ഞങ്ങളത് നിങ്ങൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടത്തുന്നതാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം എന്നറിയാമോ ശ്രീമതി അപർണ? അത് ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയ റൈറ്റ് ടു ഇക്വാലിറ്റിയെ തച്ചു തകർക്കുകയാണ്. അതായത് അയ്യപ്പന്റെ മുമ്പിൽ വരുന്നവർക്ക് ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ചില കാർഡുകൾ കിട്ടും. ഫ്രോൺസ് കാർഡ്, ഗോൾഡ് കാർഡ്, പ്ലാറ്റിനം കാർഡ്, ഡയമണ്ട് കാർഡ്. ഈ കാർഡുകൾക്ക് സർക്കാരിന് നമ്മൾ ലക്ഷങ്ങൾ കോടികൾ കൊടുക്കണം. അങ്ങനെ കാർഡ് ഹോൾഡർ ആയാൽ എന്തുണ്ടാകും? ക്യൂ നിൽക്കാതെ അയ്യപ്പനെ കാണാം. പ്രസാദം 1 പകരം ചിലപ്പോൾ 2 കിട്ടും. അരവണ പ്രായസം 3 പകരം ചിലപ്പോൾ 4 കിട്ടും. ചിലപ്പോൾ പ്രീ ബുക്കിങ്ങിന്റെ ആവശ്യമില്ല. അതായത് അയ്യപ്പ ഭക്തരെ വിഭജിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരായി അവിടെ വരുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ, അതായത് ചെരുപ്പ് പോലും ഇടാതെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി ഇരുമുടിക്കൊട്ടും തലയിലേന്തി വരുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ കോർണർ വൽക്കരിക്കാൻ വേണ്ടി, അതായത് പൈസ ഉള്ള, കയ്യിൽ പണമുള്ള, BMW-ലും ഒക്കെ വരുന്നവർ മാത്രം ആദ്യം കയറി അയ്യനെ കാണട്ടെ, ബാക്കിയുള്ളവർ അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂനപക്ഷ സംഗമത്തിലും ഇതുപോലെ വല്ല കാർഡുമുണ്ടോ? ഇതിനകത്ത് ഇത് മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴേ നിങ്ങൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? വരുമ്പോഴേ എന്തിനു പ്രതിരോധിക്കണം? യെസ്, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഹസ്കറിന്റെ വാദത്തെ പൊളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, ആ അയ്യപ്പ സംഗമത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആർട്ടിക്കിൾ 14 ആണെങ്കിൽ അതും ആർട്ടിക്കിൾ 19 അടക്കമുള്ള വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ വകുപ്പുകളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പരിപാടി സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ടോ ശ്രീ ഹസ്കർ? ഉണ്ടെങ്കിൽ അങ്ങനെ നടപ്പിലായ ഏതെങ്കിലും ഒരു അവസരം മുൻകാലങ്ങളിലുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ? അങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല. എപ്പോഴാണ് നിങ്ങൾ ഈ ന്യൂനപക്ഷ സംഗമം എന്ന പേര് പിന്നീട് സെമിനാറാക്കി നാളെ നിങ്ങളത് എന്താണ് മോട്ടിവേഷണൽ ക്ലാസ് എന്നോ മെന്ററിംഗ് പ്രോഗ്രാം എന്നോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എന്നൊക്കെ ഇടുമായിരിക്കും. കാര്യം അങ്ങനെ നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ ഊരാക്കുടിക്കിൽ നിന്ന് രക്ഷപ്പെടാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തലയിൽ തോന്നിയത്? നോക്കൂ, ന്യൂനപക്ഷ സംഗമവുമായി നിങ്ങൾ മുമ്പോട്ട് പോയപ്പോ സംഘ് പരിവാർ അടക്കമുള്ള സംഘടനകൾ പറഞ്ഞു അത് ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനാണ്. ഞങ്ങളുടെ സ്റ്റേക്ക് അത് അല്ല കേട്ടോ. ഞങ്ങളുടെ സ്റ്റേക്ക് നിങ്ങൾ അവിടെ അയ്യപ്പ ഭക്തരെ വിഭജിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സംഘ് പരിവാർ അടക്കമുള്ള സംഘടനകൾ ഇങ്ങനെ പറയുകയും ന്യൂനപക്ഷങ്ങളിൽ ചിലർ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകൾ ആശങ്ക മുമ്പോട്ട് വെക്കുകയും 4 വോട്ടിന് വേണ്ടി ആരുടെയും ഒരു സമുദായിക നേതാവിന്റെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ 4 വോട്ടിന് വേണ്ടിയല്ല 3ാം തവണയ്ക്ക് വേണ്ടി സമുദായ നേതാക്കളുടെ തിണ്ണയല്ല അടുക്കളപ്പുറം വരെ കൊണ്ടിരിക്കുകയാണ് എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്തപ്പോൾ നിങ്ങളൊരു ബാലൻസിങ് ഗെയിം കളിക്കുകയാണ്. ബാലൻസിങ് ഗെയിം, അതായത് ഈ കയറ് റോപ്പ് വലിച്ചു കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ സർക്കസിൽ ആടിക്കളിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടിക്കളിക്കുന്നത് അതുപോലെ ഒരു ബാലൻസിങ് റോപ്പിലൂടെ നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെയും ഒപ്പം തന്നെ ന്യൂനപക്ഷ സമുദായത്തെയും ഞങ്ങൾ അങ്ങ് ഉദ്ധരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ അഭിനവ ന്യൂനപക്ഷ സംരക്ഷകർ ചമയുകയാണ്. അപ്പോൾ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. നോക്കൂ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് വലിയൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയപ്പോൾ നിങ്ങളുടെ പിണറായി വിജയൻ എവിടെയായിരുന്നു? 2, ഈ സംസ്ഥാനത്ത് ചില ആക്രമണങ്ങൾ ഉണ്ടായപ്പോ ഏറ്റവും ആദ്യം അത് തീവ്രവാദ ആക്രമണമാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ച നിങ്ങളുടെ പോലീസ് സംവിധാനം എവിടെയാണ്? 3, ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ തകർത്തിട്ട് അത് ഹിന്ദുത്വ ആക്കി മാറ്റണം, സെക്യുലറിസം എന്ന വാക്ക് എടുത്തു മാറ്റി അവിടെ ഹിന്ദുത്വ ആക്കണമെന്ന് ഈ പറയുന്ന RSSന്റെ വൈസ് ക്യാപ്റ്റൻ നേരിട്ട് പറഞ്ഞപ്പോ ആ വൈസ് ക്യാപ്റ്റനെ കാണാൻ പോയ നിങ്ങളുടെ ദത്താത്രേയ ഹൊസബളയാണെന്ന് പറഞ്ഞത്. ആ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയ നിങ്ങളുടെ ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട്, അത് ന്യൂനപക്ഷത്തിന്റെ വിഷയമാണല്ലോ, ആ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാരിന്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ന്യൂനപക്ഷ സംഗമത്തിൽ പറയുമോ? അതായത് ന്യൂനപക്ഷങ്ങളെ ആരെ പരിഗണിക്കാനേ പാടില്ല എന്നും ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഭരണഘടന തിരുത്തി എഴുതി ഇതൊരു ഹിന്ദു രാജ്യം മാത്രമാക്കണമെന്ന് പറഞ്ഞ
ദത്താത്രേയ ഹുസമുള്ളയ്ക്ക് രാത്രി കവാത്ത് പോയ നിങ്ങളുടെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിലപാട് എവിടെയാണ്? ഇങ്ങനെ ചില കാര്യങ്ങൾ അത് ഞങ്ങൾ ചോദിക്കും. അല്ല, ഓക്കെ വസന്ത് ഞാൻ തിരികെത്താം. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ